സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആഗോള സഭയിലെ 14ാമത്തെ ഓർഡിനറി ആഴ്ചയിലൂടെ നാം കടന്നു പോകുമ്പോൾ വിഷയങ്ങളൊക്കെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ളൊരു സൂചനയാണ് എന്ന് നമ്മൾ ഓർപ്പിക്കുക. എല്ലാം ശുഭമാണ് എന്ന് പറഞ്ഞ് ലോകം ഇങ്ങനെ ലോകത്തിൻ്റെതായ ആഡംബരത്തിലും സുഖലോലുപതിയിലും കടന്നു പോകുമ്പോഴായിരിക്കും പെട്ടെന്നായിരിക്കും ആ ദിവസം ആഗതമാകുക എന്ന്. അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകതയോടെ ഇരിക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് ഈശോ സുവിശേഷത്തിൽ ഉടനീളം പറയുന്നുണ്ട്. ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുമെന്നതിനാൽ നിങ്ങൾ ജാഗരൂകതയോടെ ഇരിക്കുക, ഉണർന്നിരിക്കുക. വീട്ടുവേലക്കാരൻ യജമാനൻ്റെ വരവിന് വേണ്ടി ഉണർന്നിരിക്കുന്നത് പോലെ വരുമ്പോൾ നിങ്ങളെ ഉറങ്ങുന്നവരായി കാണാതെ ഉണർന്നിരിക്കുന്നവരായി കാണാൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്തുമാത്രം കാര്യങ്ങളാണല്ലേ. നമുക്ക് ഈ ലോകത്തിൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ദിവസത്തിൽ 24 മണിക്കൂറുണ്ട് ഉറങ്ങാനും പ്രവർത്തിക്കാനുമായിട്ട്. നമുക്ക് പലർക്കും 24 മണിക്കൂറും തികയുന്നില്ല ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആത്മാവിൻ്റെ കാര്യത്തിന് നേരമില്ല പലപ്പോഴും. ഈ 3 കാര്യങ്ങൾ ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ നമ്മൾ ഓരോ ദിവസവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ് 3 കാലുള്ള ഒരു വട്ടമേശ, ചെറിയൊരു വട്ടമേശയുടെ 3 കാല്, അതിൽ ഒരു കാലിന് നീളം കുറവാണെങ്കിൽ ആ മേശ നിൽക്കത്തില്ല, അത് മറിഞ്ഞു വീഴും. നമ്മുടെ ജീവിതം ഏതാണ്ട് അതുപോലെയാണ്. 3 പില്ലേഴ്സ്, ശരീരവും മനസ്സും ആത്മാവും. മനുഷ്യൻ അറിയാതെ ഇങ്ങനെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പോവുകയാണ്. പലപ്പോഴും ഈ ആത്മീയമായ മേഖലയ്ക്ക് ശക്തി കുറഞ്ഞിട്ട് ആ മേശ 3 കാലും ഒരുപോലെയാണെങ്കിൽ നിൽക്കുകയുള്ളൂ, ഇല്ലത് മറിഞ്ഞു വീഴും. നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇത് തന്നെയാണ്. ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ ബാലൻസ് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ശുഭമായിരിക്കുക. ഇന്നലെയൊക്കെ നമ്മൾ ചിന്തിച്ചു, ദൈവം ആത്മാവാണ്. നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ലോകത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതാണ്. അപ്പം നമ്മളിത് അറിയണം. നമ്മളതുകൊണ്ട് ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് നമ്മൾ തിരുസഭയിലായിരിക്കുമ്പോൾ നമ്മൾ ഈ കർത്താവ് ഒരു അറിവിലേക്ക് വളരാൻ വേണ്ടിയാണ് നാം തിരുസഭയിലായിരിക്കുക. ഇന്നത്തെ ആഗോള സഭയിലെ വചനം 1-ാമത്തെ വായന ഹോസിയ പ്രവാചകന്റെ വായന തുടരുകയാണ്. അവിടെ ഇങ്ങനെ വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെടുന്ന 10-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, സമൃദ്ധമായി ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ. ദൈവജനം ഇന്നാണ്, നമ്മളാണ് ഇസ്രായേൽ, തിരുസഭ. യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ് നമ്മളിന്ന്. അപ്പോൾ സമൃദ്ധമായി ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ. ഫലമേറുന്നതിനനുസരിച്ച് അവൻ ബലിപീഠങ്ങളും വർദ്ധിപ്പിച്ചു. രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതിനൊത്ത് സ്തംഭങ്ങൾക്ക് ഭംഗിയേറ്റി. അവരുടെ ഹൃദയം വഞ്ചന നിറഞ്ഞതാണ്, അതിനാൽ അവർ ശിക്ഷയേക്കണം. കർത്താവ് അവരുടെ ബലിപീഠങ്ങൾ തട്ടിയുടയ്ക്കും, സ്തംഭങ്ങൾ നശിപ്പിക്കും. അവർ പറയും, കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് ഞങ്ങൾക്ക് രാജാവില്ലാതായി. ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അവന് എന്തു ചെയ്യാൻ സാധിക്കും? അവർ വ്യർത്ഥഭാഷണം നടത്തുന്നു. വെള്ളത്തിൽ വീണ കമ്പ് പോലെ ശമരിയ രാജാവ് ഒലിച്ചു പോകും. ഇസ്രായേലിന്റെ പാപഹേതുക്കളായ ആവനിലെ പൂജാഗിരികൾ നശിപ്പിക്കപ്പെടും. അവരുടെ ബലിപീഠങ്ങളിൽ മുള്ളുകളും ഞെരിഞ്ഞിലുകളും വളരും. ഞങ്ങളെ മൂടുക എന്ന് പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ പതിക്കുക എന്ന് കുന്നുകളോടും അവർ പറയും. നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിന്റെ ഫലങ്ങൾ കൊയ്യാം. തരിശുനിലം ഉഴുതുമറിക്കുവിൻ, കർത്താവിനെ തേടാനുള്ള സമയമാണിത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഹ്രസ്വമായ ജീവിതം കഴിച്ച് നമ്മൾ ചിന്തിച്ചു, നമ്മൾ പർദീസ നഷ്ടപ്പെട്ട് നമ്മൾ തിരിച്ച് പർദീസയിലേക്ക് കയറാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കും, വേറെ ഒന്നിനു വേണ്ടിയല്ല. നമ്മളത് അറിയണം. നമ്മുടെ ജീവിതം നിത്യതയിൽ അല്ലേ, ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും അതെന്താണെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 23 ദൈവത്തിൻ്റെ ഛായ എന്താണ്? ദൈവത്തിൻ്റെ അനന്തതയും അനശ്വര പ്രകൃതിയുമാണ്. അതായത് മരണമില്ലാത്ത അവസ്ഥ, ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും തുടങ്ങാത്ത അവസ്ഥയാണ് ദൈവം. അപ്പം നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നാണ്. അപ്പം നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിലായിരിക്കാൻ വേണ്ടി ഒരു താൽക്കാലിക പേടകം മാത്രമാണ് ഈ ശരീരം. ഇതോടൊപ്പമുള്ള കാര്യങ്ങൾ
സത്യമായും നമ്മുടെ ആത്മാവ് പർദീസായിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് നമ്മുടെ ആത്മാവ് നിത്യം നഷ്ടപ്പെട്ട് നമ്മുടെ ആത്മാവ് ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ഈശോ തന്നെ പറഞ്ഞില്ലേ, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ചുമ്മാ പറഞ്ഞൊന്നുമല്ല. അതിനാണ് നമ്മൾ ഈ ഭൂമിയിൽ യേശു 33 വർഷമേ ജീവിച്ചുള്ളൂ, അല്ലേ? ഈ ഭൂമിയിലെ ജീവിതമായിരുന്നെങ്കിൽ യേശു ഇപ്പോഴിവിടെ ഉണ്ടായിരുന്നതിനെയും നമ്മുടെ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ട്. ഇതല്ല ജീവിതം, യേശുവാണ് വഴിയും സത്യവും ജീവനും, ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് എത്തുന്നില്ല യേശു പറഞ്ഞു. യേശുവിനെ അനുഗമിക്കാൻ പറഞ്ഞു. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് സ്വന്തം കുരിശും എടുത്തുകൊണ്ട് അനുദിനം എൻ്റെ പിന്നാലെ വരട്ടെ. അനുദിനം. കാരണം എന്താ? നമ്മുടെ ദിവസങ്ങൾ പരിമിതമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്, ഏറിയാൽ 70, അങ്ങേറ്റം 80, അത് പെട്ടെന്ന് കടന്നു പോവുകയാണ്, അല്ലേ? പെട്ടെന്ന് അയ്യോ ഇത്രയും വർഷം കടന്നു പോകല്ലേ. പണ്ട് കുഞ്ഞായിരുന്നു, 8, 10, 15 വയസ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പറയും ഇപ്പോൾ പറയാം പ്രായമായി സമയം. അത് യാഥാർത്ഥ്യമാണത്, മനസ്സിലാക്കണം. നമ്മൾ ഈ ഭൂമിയിൽ അധികം നാൾ ജീവിക്കാനുള്ളവരല്ല. അതുകൊണ്ട് നമ്മുടെ ശരീരം ചുളിയുകയും നിറം മാറുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അടയാളങ്ങളാണ്. നമ്മൾ പറയും വേണ്ട ഇവിടെ തന്നെ അങ്ങ് ജീവിച്ചാൽ മതി. മനുഷ്യൻ സയൻറ്റിഫിക്കായിട്ട് നോക്കുന്ന മനുഷ്യന് മരിക്കാതെ എങ്ങനെ ഈ ലോകത്ത് തുടരാമെന്നാണ്. അത് ദൈവം അനുവദിക്കത്തില്ല. കാരണം ഇവിടെയല്ല ജീവിതം, നിത്യതയിലേക്കാണ്. ഇപ്പം നമ്മുടെ ആ ഒരു സത്യം നമ്മൾ അറിയണം. നമ്മൾ അതുകൊണ്ട് തന്നെ ഹോസിയ പറയുകയാണ്, ഇവിടെ ജീവിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ എല്ലാം വാരിക്കൂട്ടുകയാണ്. അത് നമ്മളും സഭയും സമൂഹവും മുഴുവനും ആ ഒരു ദൈവിക, അതായത് നമ്മൾ ഹ്രസ്വമാണ് ജീവിതം. സംഗീതം 90 പറഞ്ഞില്ലേ, എൻ്റെ ആയുസിൻ്റെ ദിനങ്ങൾ, ആയുസിൻ്റെ വർഷങ്ങൾ എന്നല്ല പറഞ്ഞു. നമ്മൾ ചില 100, 120 വർഷമൊക്കെ ജീവിച്ചെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളുടെ കർത്താവ് അതിൻ്റെ ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണാൻ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർപ്പിച്ചൊരു കാര്യം, ഇപ്പോൾ ഒരു 70 അല്ല 60, 70 അല്ല 50 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദിവസങ്ങൾ എണ്ണാൻ തുടങ്ങണം. ഇത് പഠിപ്പിക്കാൻ പറയല്ലോ, ഉള്ള കാര്യമാണ്. നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മൾ ഈ നാട്ടിൽ പോകുന്നത് ഫ്ലൈറ്റൊക്കെ അല്ലേ, ഇനിയിപ്പം ഒരാഴ്ചയുള്ളൂ, അല്ല ഇനിയിപ്പോൾ എത്ര ദിവസമുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കൃത്യമായിട്ടാണ് നമ്മളുടെ, അല്ലേ, നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ബോഡി ചെയ്യാനായിട്ട് എന്തിനാ പോകാൻ, നാട്ടിലേക്കോ അല്ല എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാനായിട്ട്. ഇത് തന്നെയാണ് നമ്മുടെ നിത്യതയിലേക്കുള്ള യാത്രയ്ക്കുള്ള കാര്യങ്ങൾ പണ്ടേ ബുക്ക് ചെയ്തതാണ്. നമ്മുടെ മരണദിനം ദൈവം പണ്ടേ കണ്ടതാണ്. അത് യാദൃശ്യമാണ്, സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണത്. യാദൃശ്യമല്ല, യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. അതാണ് എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ എന്നെ പഠിപ്പിക്കണമേ. ഓരോ ദിവസവും ഭയത്തോടെയല്ല, പ്രത്യാശയോടെ. ഇപ്പം നമ്മൾ ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ പലതും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമുക്ക് എല്ലാ പണം ഒരു കണക്കിന് നോക്കാൻ അത് ഉണ്ടാക്കാൻ ഞാനെപ്പോഴും പറയാറുണ്ട്, അല്ലേ? എന്തുമാത്രം വീടുകളും സ്ഥലങ്ങളും ഏക്കർ കണക്കിന് തോട്ടങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് അനുദിനം അന്നന്ന്, കാരണം ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി ജീവിക്കുമ്പോൾ അതങ്ങനെയാണ്. അന്നന്ന് വേണ്ടുന്ന ആഹാരം തരണമേ. പലരും പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ അനുദിനം ഓരോ ദിവസത്തെ കാര്യങ്ങൾ നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ദൈവരാജ്യത്തിലായതുകൊണ്ടാണ്, മനസ്സിലാക്കണം. ദൈവരാജ്യത്തിൽ അന്നന്ന് വേണ്ടുന്ന കാര്യങ്ങളാണ് ദൈവം തരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു വർഷത്തേക്കോ, നമ്മുടെ നാട്ടിലൊക്കെ പറയല്ലോ, എൻ്റെ ഇട്ടുമൂടാനുള്ള 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ള കാശൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് ദൈവരാജ്യത്തിലല്ല. അപ്പോൾ ദൈവരാജ്യത്തിലായി കഴിയുമ്പോൾ നമ്മുടെ റേഷൻ പോലെയാണ്. ദൈവം അത് പരിമിതപ്പെടുത്തും. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും, എത്ര വീടുകളോ കെട്ടിടങ്ങളോ അപ്പാർട്ട്മെൻറ്റുകളോ, ഇത് അമേരിക്കയിലൊക്കെ ഒന്നുമില്ല, എത്ര അപ്പാർട്ട്മെൻറ്റിലാണ് ഉള്ളത്. ഇതൊക്കെ പ്രയോജനമില്ലാത്ത, കാരണം എന്താ, നമുക്ക് നിത്യതയിലേക്ക് പോകാൻ ഇതുകൊണ്ടൊന്നും ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മളുടെ വിചാരം ഇതെല്ലാം ഇവിടെ നമ്മുടെ മക്കളും വരും തരാം. പക്ഷെ അമേരിക്കയിലാണെങ്കിലും മക്കൾ പറയും, ഡാഡി ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, മമ്മ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ കാര്യം നിങ്ങളെടുത്തോ, ഞങ്ങൾക്ക് ഉണ്ടാക്കിക്കോളൂ. അത് തന്നെ ഒരു പുതിയ അനുഭവമാണ് അമേരിക്കയിൽ. നാട്ടിലൊക്കെ ആണെങ്കിലും മക്കൾ അടിപിടി കൂടുകയാണ്, അല്ലേ? അപ്പൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനുവേണ്ടി കടിപിടി കൂടുന്ന ഒരു കാഴ്ചയാണ് നാട്ടിലൊക്കെ കാണും. അമേരിക്കയിൽ പ്രത്യേകത ഉണ്ട്. ഇവിടെ മക്കൾ പറയും, ഞങ്ങൾക്ക് ഉണ്ടാക്കാനത്, ഞങ്ങൾ പഠിച്ച് ഞങ്ങൾക്ക് നല്ല കാര്യം, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട. പക്ഷേ എല്ലാം അങ്ങനെയൊന്നും അല്ല, ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞു വന്ന പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതം ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടമായാൽ എന്തു പ്രയോജനം? ആത്മാവിന് പകരമായി നീ എന്തു കൊടുക്കും? ഞാൻ പറയും, ദൈവം യേശുക്രിസ്തുവിൻ്റെ വിലയാണ് നമ്മുടെ ഓരോരുത്തരുടെ ആത്മാവിന്. കാരണം പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ കാൽവരിയിൽ കൈവിട്ട് കളഞ്ഞത് നമ്മുടെ ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വചനത്തിൽ കടന്നു പോകുമ്പോൾ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മ നമ്മൾ ഓർപ്പിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഒരു കാര്യം,
യുനോ ഞങ്ങളെ മൂടുക എന്ന പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ പതിക്കുക എന്ന് കുന്നുകളോട് അവർ പറയും. ഇത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. യെശയ്യാ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ ദിനമെന്ന് യെശയ്യാ 2 പറഞ്ഞിട്ടുണ്ട്, 6 മുതൽ. അങ്ങ് സ്വന്തം ജനത്തെ, യാക്കോബിൻ്റെ ഭവനത്തെ കൈവിട്ടു. എന്താ ദൈവത്തെ മറന്നുപോയൊരു ജനത്തെ ദൈവം കൈവിട്ടിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ ദൈവത്തെ കൈവിട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവത്തെ നമ്മൾ കൈവിട്ട് നമ്മുടെ സ്വന്തം വഴിക്ക് പോയി. യെശയ്യാ പറഞ്ഞാൽ നാം ഓരോരുത്തരും ആടുകളെ പോലെ വഴിതെറ്റിപ്പോയി നമ്മുടെ സ്വന്തം വഴിക്ക് പോയി. എന്നാൽ ദൈവം നമ്മുടെ പാപങ്ങൾ യേശുവിൻ്റെ മേൽ ചുമത്തി എന്ന് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന അന്തിമ വിധിനാൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് യാഥാർത്ഥ്യമാണ്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അവിടെ എന്താണ് ഇന്ന് മനുഷ്യന് പണവും പ്രതാപവും പേരും ഒക്കെ കൂടി ലോകത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളിലേക്ക് പോയപ്പോൾ യാക്കോബിൻ്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നവർ. കാരണം രാജ്യം കിഴക്ക് നിന്നുള്ള ആഭിചാരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മന്ത്രവാദികളും കൂടോത്തരും എന്തെല്ലാമാണ്, സാത്താൻ്റെ ആരാധിക്കുന്നവർ എന്തൊക്കെല്ലാം കാര്യങ്ങളാണ്. ഫിലിസ്തരെ പോലെ ഭാവി പറയുന്നവരും അല്ലേ. നമ്മൾ നാളെ എന്താണെന്ന് പറയാം, ഭാവി പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, നാളത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അവരുടെ ഫിലിസ്തരെ പോലെ ഭാവി പറയുന്നവരും അവരുടെ ഇടയിൽ ധാരാളമുണ്ട്. അന്യജനതകളുമായി അവർ കൂട്ടുചേരുന്നു. അവരുടെ ദേശം സ്വർണവും വെള്ളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ നിക്ഷേപങ്ങൾക്ക് അളവില്ല. അവരുടെ ദേശം കുതിരകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ രഥങ്ങൾ സംഖ്യാതീതമാണ്. അവരുടെ ദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തങ്ങൾ തന്നെ നിർമ്മിച്ച ശില്പങ്ങളുടെ മുമ്പിൽ, തങ്ങളുടെ തന്നെ കരവേലയുടെ മുമ്പിൽ അവർ കുമ്പിടുന്നു. നമ്മുടെ ഡയമണ്ടും നമ്മുടെ സ്വർണവും നമ്മുടെ ബാങ്ക് ബാലൻസും നമ്മുടെ ക്യാഷ് ഡിപ്പോസിറ്റും നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ നമ്മളതിനെ ആരാധിക്കുകയാണ്. നമ്മളതിനെ നോക്കിയല്ലേ ജീവിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നോക്കുന്ന സ്റ്റോക്ക് കൂടിയോ ഇല്ലെന്നറിയാം. നേരുടെ ഞാൻ പറഞ്ഞു, എനിക്ക് സ്റ്റോക്കൊന്നുമില്ല കേട്ടോ. അനേകർ ചെയ്യുന്നത് ഇന്ന് സ്റ്റോക്ക് കൂടിയോ കുറഞ്ഞോ എന്നറിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കൂടിയോ എന്നറിയാം. ഇപ്പോൾ രാവിലെ പ്രാർത്ഥിക്കുന്നതിന് പകരം സ്റ്റോക്ക് കൂടിയോ എന്നാണ് അനേകർ അന്വേഷിക്കുന്നത് ഇന്ന്. ഗവൺമെൻറ്റുകളൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എല്ലാം നിയമാനുസൃതമാണ്, എല്ലാം ഒന്നും പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, പക്ഷേ എല്ലാം ഒന്നും എന്നെ അടിമയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്. മർത്യർ അപമാനിതനാകുന്ന മനുഷ്യൻ തന്നെ തരം താഴ്ത്തുന്നു, അവരോട് ക്ഷമിക്കരുതേ. യെശയ്യാ പറയുകയാണ്, ക്ഷമിക്കരുത് എന്നൊക്കെ പറയുന്നത്. പക്ഷെ കർത്താവായ യേശുക്രിസ്തു എല്ലാം നവീകരിച്ചു, ക്ഷമിക്കണമേ എന്നാണ് പറഞ്ഞത്. പാറക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുവേൻ, പൊടിയിൽ ഒളിക്കുവിൻ. അങ്ങനെ കർത്താവിൻ്റെ ഭീകരതയിൽ നിന്നും അവിടുത്തെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് പറയുക. അവിടുത്തെ മഹാതിശയത്തിൽ നിന്നും രക്ഷപ്പെടുവിൻ. മനുഷ്യൻ്റെ അഹന്ത തലതാഴ്ത്തും, അഹങ്കാരികളെ എളിമപ്പെടുത്തും. കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും. കർത്താവിന് ഒരു ദിനമുണ്ട്, അഹന്തയും ഉന്നതഭാവമുള്ള എല്ലാറ്റിനും എതിരായ ദിനം. ഇതാണ് പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്ന് പറയുന്ന അത് വിധിനാളിൽ ഈശോ തന്നെ ഓർപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമുക്കറിയാം, ലൂക്കാ സുവിശേഷത്തിൽ ഈശോ അത് പറഞ്ഞിട്ടുണ്ട്. സുവിശേഷത്തിൽ ഓരോ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്ന ആ സംഭവം ഉണ്ട്. ലൂക്കാ 23 നമ്മൾ സംഭവം കാണുന്നത്. യേശുവിനെ ജെറുസലേം പുത്രിമാർ ആശ്വസിപ്പിക്കുന്ന സംഭവം ഉണ്ടല്ലോ. അവിടെ ഈശോ പറയുന്നുണ്ട്, കുരിശുമായി ഈശോ യാത്ര ചെയ്യുന്ന സമയത്ത് അവരോട് പറയുകയാണ്, ലൂക്കാ 23:28, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യമെന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. യേശു തന്നെ പറഞ്ഞാണ് ജെറുസലേം പുത്രിമാരോട്. ഇത് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. വെളിപാട് 6-ാമത്തെ അധ്യായത്തിൽ 12 നമ്മളൊരു ദൂതൻ മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവൻ വെളിപാട് 6:12 അവൻ 6-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ നോക്കി, ലോകാവസാനത്തെക്കുറിച്ചൊരു വെളിപ്പെടുത്തലാണ്. വലിയൊരു ഭൂകമ്പമുണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ ആകെ രക്തം പോലെയായി, കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായ്കൾ പൊഴിയുന്നത് പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. ആകാശം തെറുത്തുമാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമായി. എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റപ്പെട്ടു.
ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും പാറക്കെട്ടുകളിലും ചെന്നൊളിച്ചു. അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മേൽ വന്ന് വീഴുക. സിംഹാസനസ്ഥന്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ. എന്തെന്നാൽ അവരുടെ ക്രോധത്തിൻ്റെ ഭീകരദിനം വന്നു കഴിഞ്ഞു. ചേർത്ത് നിൽക്കാൻ ആർക്ക് കഴിയും? അപ്പം ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. മത്തായി 5 ഈശോ 25 10 കന്യകമാരുടെ ഭൂമിയിൽ നിങ്ങളെ ബുദ്ധിയുള്ള 5 പേരെ പോലെ ആയിരിക്കാൻ. 5 പേര് ബുദ്ധിയില്ലാതെ ലോകത്തിൻ്റെതെല്ലാം ആകർഷിച്ചു, ആകർഷണത്തിൽ നിന്ന് എല്ലാം മറന്നുപോയിട്ട് അങ്ങനെ പോയൊരു മേഖലയുണ്ട്. ഇന്ന് ആഗോള സഭയിൽ സങ്കീർത്തനം 105 അവിടുത്തേക്ക് ഗാനം ആലപിക്കുവിനോട് പറയുകയാണ്, കർത്താവിനെ അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അവിടുന്ന് ചെയ്ത വിസ്മയഫലങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ. അവിടുത്തെ ദാസനായ അബ്രാഹത്തിന്റെ സന്തതികളെ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിന്റെ മക്കളെ ഓർക്കുവിൻ. ഇതൊക്കെ നമ്മളാണ്. യാക്കോബിന്റെ മക്കളെ, ഇസ്രായേൽ എന്നൊക്കെ പറയുമ്പോൾ ഇന്നാണ് യേശുക്രിസ്തുവിലൂടെ നിത്യരക്ഷയിലേക്ക് കാത്തിരിക്കുന്ന നമ്മളാണ്. ഇതെല്ലാം യാക്കോബും ഇസ്രായേലും ഒക്കെ നമ്മളാണെന്ന്, ദൈവജനമാണ്. അവിടുത്തെ ദാസനായ യാക്കോബിന്റെ സന്തതികളെ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിന്റെ മക്കളെ ഓർമ്മിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവനും ബാധകമാകുന്നു. ഇന്ന് ജോർജിയ സ്റ്റേറ്റിന് വേണ്ടി അറ്റ്ലാന്റയിൽ നിന്നും സാലി നമുക്ക് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ച സമയത്ത് നമ്മളെ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. ലോകത്തിൻ്റെ സങ്കീർത്തനം 116 ഇങ്ങനെ അതിൽ കുറേ വചനങ്ങൾ എൻ്റെ മനസ്സിലേക്ക് തട്ടിയതാണ്. സങ്കീർത്തനം 116:9 ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കും. അതായത് നമ്മളിപ്പോൾ ജീവനുള്ളവരുടെ ജീവിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ ദൈവവചനം അറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിന് ഹ്രസ്വമായ ഈ ലോക ജീവിതം ഇത് നിത്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ ഒരു അറിവിൽ ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കും. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. മനുഷ്യരെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തനായി ഞാൻ പറഞ്ഞു. കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന് മുമ്പിൽ കർത്താവിന് എൻ്റെ നേർച്ചകൾ നിറവേറ്റും. അതായത് നമ്മൾ ഈ കാര്യം മറന്നുപോയ അനേകരുണ്ട്. അതായത് ഈ ലോകം ഇത് ഇവിടെ അല്ല ജീവിതം എന്ന് മറന്നുപോയ അനേകരുണ്ട്. അപ്പം നമ്മൾ സഭയുടെ ദൗത്യം അതാണ്. ശരിക്കും ഈ ഭൂമിയിലല്ല ജീവിതം. ഓരോ കുദാശകളിലും ഓരോ ശുശ്രൂഷകളിലും നമ്മളെ ഓർപ്പിക്കുന്നത് ഇവിടുന്ന് നമ്മൾ പോകേണ്ടവരാണെന്നാണ്. അപ്പോൾ ആ ഒരു ബോധ്യം നമ്മൾ നിരന്തരം വിളിച്ചു പറയാനുള്ളൊരു ദൗത്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഞാൻ വീണ്ടും പറയാണ്, അവിടുത്തെ ജനത്തിന് മുമ്പിൽ കർത്താവിനുണ്ട് നേർച്ചകൾ നിറവേറ്റും. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് അമൂല്യമാണ്. ദൈവത്തിനാണ് ലോകം മുഴുവൻ നേടിയാണ് ആത്മാവ് നഷ്ടമായ. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ വിലയാണ് എൻ്റെയും നിങ്ങളുടെയും ഓരോ മനുഷ്യരുടെയും ആത്മാവിന്. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെ ആത്മാവ് നഷ്ടപ്പെടാൽ നമ്മളോട് ദൈവം ചോദിക്കും. യേശുവിൻ്റെ ദൈവസന്നിധിയിൽ നമ്മളോട് കണക്ക് ചോദിക്കുന്നതിനാണ്. ഒരു ആത്മാവിന് യേശുവിൻ്റെ വിലയുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ആത്മാക്കളെ വീണ്ടെടുക്കാനായിട്ട് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഏതൊരു പാപിയുടെയും നമ്മളെ വെറുക്കുന്നവരുടെയും ഉള്ളിലൊരു ആത്മാവുണ്ട്. നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കറിയാം? പറഞ്ഞിട്ടുണ്ടല്ലേ? ഇപ്പോൾ ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറയാറുണ്ട്. എന്നിട്ട് നമ്മൾ വേറെ ആരെയും വെറുക്കുന്നെങ്കിൽ അത് നുണയാണെന്നാണ് ഈശോ പറഞ്ഞത്. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ആരെങ്കിലും ഒരു മനുഷ്യ വ്യക്തിയെ എവിടെയെങ്കിലും നമ്മൾ വെറുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നുണയരാണ്, സത്യമല്ല. കാരണം ഓരോ മനുഷ്യൻ്റെ ഒരു ഏറ്റവും വലിയ പാപിയുടെയും നമ്മളെ ഉപദ്രവിക്കുന്നവരുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് നമ്മളെ ഉപദ്രവിക്കുന്നത്. ഞാൻ പറയും, നമ്മളോട് അഹങ്കാരത്തോടും അഹന്തയോടും കൂടെ സംസാരിക്കുന്നവർ, നമ്മളോട് ക്രൂരമായി പെരുമാറുന്നവരൊക്കെ കാണും. പക്ഷെ നമ്മൾ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. നമ്മളെ നോക്കി ദയനീയമായി എന്നെ കൈവിടരുതേ, ഞാനല്ലത്, എൻ്റെ ശരീരവും മനസ്സും കൂടിയാണ് നിങ്ങളെ ഉപദ്രവിക്കുന്ന തിന്മകൾ. അതിന് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചു, സാത്താൻ്റെ സ്വാധീനമല്ല, ദുരാത്മാക്കളുടെ സ്വാധീനം ശരീരത്തിലും മനസ്സിലും ഉണ്ടായ അഹങ്കാരവും അഹന്തയും ലോകമോഹങ്ങളും പെട്ടുകൊണ്ട് മനുഷ്യരെ ഉപദ്രവിക്കുന്നവർ, അവരുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ദൈവം കാണുന്ന ആത്മാവിന്. അതുകൊണ്ടാണ് പാപികളെ തേടി ദൈവം വരുന്നത്. കാരണം
ആ പാപിയുടെ ഉള്ളിലിരുന്ന ആത്മാവ് എൻ്റെ ദൈവമേ എന്ന് നിലവിളിക്കുന്നുണ്ട്. ശരീരവും മനസ്സും ദൈവത്തെ ദുഷിക്കുമ്പോഴും ജഡമോഹങ്ങളിൽ അടിമകളായി ലോകത്തിൻ്റെ ഞാൻ പറഞ്ഞ ദുശീലങ്ങൾ, മദ്യപാനവും മയക്കുമരുന്നും ജഡിക പാവങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുമ്പോഴും അവരുടെ ഉള്ളിലെ ആത്മാവ് നിലവിളിക്കുന്നതാണ് കർത്താവ് പിന്തുടരുന്നത്. കർത്താവിന് പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന പറഞ്ഞ അർത്ഥമാണ്. പാപി എന്ന് പറഞ്ഞാൽ പാപികളെന്ന ഉള്ളിലുള്ള ആത്മാവിനെയാണ് ദൈവം സ്നേഹിക്കുകയാണ്. അവരുടെ പാപപ്രവൃത്തികളെ ദൈവം വെറുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ അതാ അവരുടെ പ്രവൃത്തികളെ വെറുത്തു, പക്ഷെ അവരുടെ ഉള്ളിൽ ആത്മാവിനെ നമ്മൾ സ്നേഹിക്കണം. ഇതാണ് നമ്മുടെ ദൗത്യം. യേശു കുരിശിൽ കിടന്നുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് അതികഠോരമായ വേദന സഹിക്കുമ്പോഴും യേശു സന്തോഷിച്ചെന്താ? നമ്മുടെ ആത്മാക്കൾ രക്ഷപ്പെടുന്ന കണ്ടുകൊണ്ടാണ്. അതാണ് യേശു കുരിശിൽ കിടന്ന എൻ്റെ സന്തതി പരമ്പരകളെ കണ്ട് സന്തോഷിച്ചു യേശയ്യ 53 പറഞ്ഞു. പ്രിയമുള്ളവരെയും, അപ്പോൾ ഇന്ന് തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. നമ്മളെ വിശുദ്ധരായിട്ടാണ് ഇന്നലെ ചിന്തിച്ചാൽ നമ്മൾ വിശുദ്ധരായിരിക്കാൻ ദൈവം ആവശ്യപ്പെട്ടത്. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കും, നിങ്ങളും പരിശുദ്ധരായിരിക്കും. തെസ്സലോനിക്കയിലെ 4 പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നു, നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധനായിരിക്കാൻ. നമ്മുടെ ജീവിതത്തിലെ നിത്യതയിലേക്ക് നമ്മുടെ ആത്മാവ് കടന്നു പോകേണ്ടതാണ്. ശരീരം ഇവിടെ മണ്ണാകുന്നതാണ്, ഇതെല്ലാം ഇവിടെ തീരുന്നതാണ്. ഈ ശരീരവും ഈ പണവും ഈ ഡയമണ്ടും ഈ എന്തെല്ലാമാണ് ലോക്കറിൽ വെച്ചിരിക്കുന്നതും വസ്തുവകകൾ, ഇതൊക്കെ കത്തിച്ചാമ്പലാകുന്ന ഒരു പ്രയോജനമില്ല. ഇത് നിത്യതയുടെ വാതിലൂടെ അങ്ങോട്ട് കടക്കത്തില്ല. ഒരു പ്രയോജനം. നമ്മുടെ സമയം വെറുതെ കളയുകയാണ്. ആരറിയാനല്ലേ? ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടെ. നാളെ ആർക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ ഒരു രക്ഷയിൽ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങോട്ട് വേണം. അങ്ങോട്ടൊന്നും എപ്പോഴും പരാതി ചെയ്ത് എനിക്ക് അവർ തന്നില്ല, ഇവർ തന്നില്ല, അതല്ലേ പരാതി. ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. ആർക്കെങ്കിലും കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് കൊടുക്കാൻ മനസ്സില്ല. കാരണം എന്താ? ലോകമോഹങ്ങളിൽപ്പെട്ട് കിടക്കണം. അതുകൊണ്ട് കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്. ഇത് യേശുവിനെ കുറിച്ചുള്ള പ്രവചനം കൂടിയാണ്. മാതാവിനെ കുറിച്ചും കൂടി സങ്കീർത്തകൻ പറഞ്ഞു വെച്ചിരിക്കുന്ന വചനമാണ്. സങ്കീർത്തനം 116 കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് കർത്താവിൻ്റെ ദാസി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് യേശു പരിശുദ്ധ അമ്മ പറഞ്ഞത് സങ്കീർത്തനം 86 116 ഇതുപോലെ പറഞ്ഞു, ഞാൻ അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനുമാണെന്ന് ദാവീദ് പറയുമ്പോൾ ദാവീദിൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ ആത്മാവാണ് ഇത് പ്രവചിച്ചത്. നമ്മളിത് അറിയണം. അവിടുത്തെ ജനത്തിനു മുമ്പിൽ അവിടുത്തെ ജനത്തിനു മുമ്പിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റി. എന്താ? വചനം ജീവിക്കാൻ, വചനം പാലിക്കാൻ, വചനം പറയാനായിട്ട് വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നശ്വരമായ ജീവിതം. അതെ, ഇന്ന് സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തോലന്മാരെ അയക്കുന്ന ആദ്യമായി യേശു ഭൂമിയിൽ സഭ സ്ഥാപിച്ച് അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ പറഞ്ഞൊരു കാര്യങ്ങൾ പറഞ്ഞാൽ നിർത്തുകയാണ്. തൻ്റെ 12 ശിഷ്യന്മാർ, മത്തായി 10:10, അവൻ തന്നെ മത്തായി 10 ഒന്നാമത്തെ വചനം, അവൻ തന്നെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പസ്തോലന്മാർ നമുക്കറിയാം, അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ഈ 12 പേരെ യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിയുടെ അടുത്തേക്ക് പോകരുത്, സമരിയാക്കാരുടെ അടുത്ത് പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കളയ്ക്ക് പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. സ്വർഗരാജ്യം സമീപിച്ചെന്ന് പറഞ്ഞാൽ ഈ ലോകരാജ്യം ഇതല്ല, സ്വർഗരാജ്യമാണ്, നിത്യതയില. അതുകൊണ്ട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു പറയുവിൻ, മാനസാന്തരപ്പെടുവിൻ എന്ന് പറയുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യും. ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ. വീണ്ടും അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ദാനമായി ഞങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഈ ഭൂമിയിലുള്ള നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും, നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് അത് നൽകുക. അവിടുത്തെ വചനം ഇന്നലെ ചിന്തിച്ച് നമ്മൾ പലതരത്തിലുള്ള ഡോക്ടേഴ്സുണ്ട്, ആയുർവേദം, അലോപ്പതി, നാട്ടുവൈദ്യന്മാരൊക്കെ ഉണ്ടല്ലേ. എല്ലാവരും വ്യത്യസ്ത മരുന്നല്ലേ കൊടുക്കുന്നത്. ഞാൻ പറയണം, അലോപ്പതി നമ്മൾ ഫാർമസിയിൽ നിന്നും മേടിക്കുന്നു, ആയുർവേദം വേറെയാണത്, നമ്മൾ ആയുർവേദത്തിൻ്റെ മരുന്ന് കണ്ടിട്ടില്ലേ. അതുപോലെ തന്നെ നാട്ടുവൈദ്യന്മാർ വേരും കഷായം ഒക്കെ തരുന്നത്. യേശുവിൻ്റെ അടുത്തേക്ക് വന്നാൽ യേശു തരുന്ന മരുന്ന് ഒറ്റ മരുന്നാണ്, വചനമാണ്. യേശു തരുന്ന മരുന്ന് വചനമാണ്. നമ്മളത് അറിയണം. വ്യത്യസ്തമായ രീതികളാണ് അല്ല ഓരോരുത്തരും കൊടുക്കുന്ന പോലെ യേശു നൽകുന്ന അവിടുത്തെ അവിടുന്ന് വചനം അയച്ച് അവരെ സൗഖ്യമാക്കി.
നമ്മളിത് അറിയണം. ഇപ്പൊ ദൈവവചനമാണ് യേശു നൽകുന്ന മരുന്നോ ലേപനോ ഔഷധമോ ദൈവമേ അവിടുത്തെ വചനമാണ് അവരെ സൗഖ്യമാക്കിയത്. ഇപ്പൊ ദൈവവചനം നമ്മൾ പാലിക്കണം, അപ്പാടെ പാലിക്കണം. വള്ളിയോ പുള്ളിയോ വിടാതെ. ഇവിടെ പറഞ്ഞതെന്നറിയാവോ, ഇങ്ങനെ ദാനമായി കിട്ടി നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കുക എന്ന് പറയുമ്പോൾ തിരുസഭയോട് പറയാണ്, നിങ്ങൾ പണമൊന്നും കരുതി വെക്കരുത്, നേരെ മറിച്ചാണ്. നമ്മൾ പറയുമ്പോൾ നമ്മൾ അറിയാതെ ചിന്തിക്കും, നാളെ പണമില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കല്ലേ, നമ്മൾ പണമില്ലെങ്കിൽ എങ്ങനെ പള്ളി ഉണ്ടാക്കും, പണമില്ലെങ്കിൽ എങ്ങനെ പല കാര്യങ്ങളും. ഇത് നമ്മുടെ ഇത് ദൈവം പറഞ്ഞ ഒറ്റ കാര്യം മറന്നിട്ടാണ് നമ്മൾ പോകുന്നത്. എന്താ പറഞ്ഞത്? നിങ്ങൾ മടിശീലയിൽ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് എന്ന് പറയുമ്പോൾ കർത്താവിന് വേണ്ടി വേല. ഇത് സഭ കർത്താവിൻ്റെ അല്ലേ? കർത്താവല്ലേ ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ്? യേശുവല്ലേ സഭ സ്ഥാപിച്ചത്? അപ്പൊ അവൻ പറഞ്ഞതല്ലേ നമ്മൾ അനുസരിക്കേണ്ടത്? നമ്മുടെ പണത്തിന്റെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ആത്മീയ തകർച്ച. പ്രിയമുള്ളവരെ, ഇന്ന് വരാനിരിക്കുന്ന നമ്മളുടെ ദുരന്തങ്ങളെ ഓർത്ത് കരയുവിൻ, വിലപിക്കുവിൻ. മലകളോട് തങ്ങളുടെ മേൽ വീഴുക എന്ന് നമ്മൾ വലിയ തകർച്ചയിലൂടെ കടന്നു പോകണം. കരുണയായിരിക്കണം ഈശോയെ. പരിശുദ്ധ പരമാ ദീവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.